പൊതു ആവശ്യങ്ങൾക്ക് സാധാരണ ഭൂമി കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ വികസന പദ്ധതികളൊക്കെ മുടങ്ങിപ്പോവാറുണ്ട്. വികസന പദ്ധതികൾ നടപ്പാക്കാൻ ഇടമില്ല എന്നതുകൊണ്ട് ഇടുക്കി നെയ്യശ്ശേരിയിലേക്ക് സബ് രജിസ്ട്രാർ ഓഫീസ് വരാൻ അവിടെ ഭൂമിയില്ല. പക്ഷേ ഈ ഭൂമി ഇല്ല എന്നതൊരു തടസ്സമാണ് എങ്കിൽ അത് നൽകാൻ ഒരു ദേവാലയം മുന്നോട്ട് വന്നിരിക്കുകയാണിപ്പോൾ. നെയ്യശ്ശേരി സെയിൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയമാണ് 10 സെന്റ് ഭൂമി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നല്ല കാര്യം അല്ലേ? വണ്ണപ്പുറം, കോടിക്കുളം, നെയ്യശ്ശേരി, കരിമണ്ണൂർ, ഉടുമ്പന്നൂർ, വെള്ളിയാമറ്റം, ആലക്കോട് എന്നീ 7 വില്ലേജുകളിലെ ജനങ്ങൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് തൊടുപുഴ നഗരത്തോട് ചേർന്നുള്ള കാരിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിനെയാണ്. ഈ ഓഫീസ് അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അനുയോജ്യമായ സ്ഥലം ഇല്ല എന്നതായിരുന്നു ഇതിന് തടസ്സം. ആലക്കോട് പഞ്ചായത്തിലേക്ക് മാറ്റണമെന്ന് അവിടുത്തെ പ്രദേശവാസികളും നെയ്യശ്ശേരിക്ക് വേണമെന്ന് ആ പ്രദേശത്തെ ആളുകളും ആവശ്യപ്പെടുന്നു. നെയ്യശ്ശേരിയിലേക്ക് മാറ്റുന്നതിന് തടസ്സമായി പറഞ്ഞിരുന്നത് ഭൂമിയില്ല എന്നതായിരുന്നു. ഇവിടെയാണ് പ്രദേശത്തെ ആളുകളുടെ വികാരം ഉൾക്കൊണ്ട് സബ് രജിസ്ട്രാർ ഓഫീസിന് ഭൂമി വിട്ടു നൽകാൻ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയം മുന്നോട്ട് വന്നിരിക്കുന്നത്. 5 പഞ്ചായത്തുകളുടെ മത്തിയാണ് നെയ്യശ്ശേരി കരിമണ്ണൂർ പഞ്ചായത്ത്. അപ്പോൾ കാരിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസ് ആലക്കോടിന് പോകാതെ നെയ്യശ്ശേരിയിലേക്ക് വരികയാണെങ്കിൽ 5 പഞ്ചായത്തിലുള്ള ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാവുകയും ചെയ്യും. പ്രധാന പാതയോട് ചേർന്ന് 10 സെന്റ് ഭൂമിയാണ് സബ് രജിസ്ട്രാർ ഓഫീസിനായി പള്ളി മാറ്റിവെച്ചിരിക്കുന്നത്. ഇക്കാര്യം രേഖാമൂലം സംസ്ഥാന സർക്കാരിനെയും രജിസ്ട്രേഷൻ വകുപ്പിനെയും പള്ളി വികാരി പോൾ മൈലക്കച്ചാലിൽ അറിയിച്ചു. വണ്ണപ്പുറംകാർക്കും ഉടുമ്പന്നൂർക്കാർക്കും കോടിക്കുളംകാർക്കും വന്ന് എത്താവുന്ന ഏറ്റവും പറ്റിയ സ്ഥലമാണിത്. പാരിഷ് കൗൺസിലിന്റെ പിന്തുണയോടെയാണ് പള്ളി ഈ തീരുമാനമെടുത്തത്. നെയ്യശ്ശേരിയിലേക്ക് സബ് രജിസ്ട്രാർ ഓഫീസ് മാറ്റിയാൽ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാമെന്നാണ് പ്രദേശവാസികൾ അവകാശപ്പെടുന്നത്. അപ്പോൾ നെയ്യശ്ശേരിയുടെ വികസനത്തിന് അത് നല്ലൊരു നാഴികക്കല്ലായിരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് എല്ലാവരും പാരിഷ് കൗൺസിൽ അംഗങ്ങളും ഇവിടുത്തെ പൊതുജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. അത് നടത്തി തരുവാൻ ഗവൺമെൻറ് തലത്തിൽ നടപടി ഉണ്ടാകണം. നാടിന്റെ വികസനത്തിനായി ഇതിനു മുമ്പ് വില്ലേജ് ഓഫീസിനും റബ്ബർ ഉൽപാദക സംഘത്തിനും സ്ഥലം വിട്ടു നൽകിയ ചരിത്രവും പള്ളിക്കുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.